ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിലുള്ള ഈമാൻ മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകുന്നു എന്ന കാര്യമാണ് നാം കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത്. ആ അല്ലാഹുവിനെ പറ്റി കൂടുതൽ അറിയുന്നതോറും നമ്മുടെ ഈമാൻ കൂടുതൽ ദൃഢമായി തീരുന്നു. അതനുസരിച്ച് നമ്മുടെ ഹൃദയങ്ങൾ കൂടുതൽ സമാധാനത്തിലേക്ക് എത്തിച്ചേരുന്നു. റബ്ബിനെ കുറിച്ചറിയാൻ എന്താണ് മാർഗം? അറിയല്ലേ? റബ്ബിനെ അറിയാൻ, അല്ലാഹുവിനെ അറിഞ്ഞാൽ നമ്മുടെ ഈമാൻ ബലപ്പെടുന്നില്ല. അറിയാനുള്ള മാർഗം ഭൗതികമായ എന്തെങ്കിലും കാര്യത്തെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഗവേഷണങ്ങൾ നടത്താം, പരീക്ഷണങ്ങൾ നടത്താം, കൂടുതൽ അറിയാം. എന്നാൽ ഈ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ അറിയാൻ ഒരു മാർഗമേ ഉള്ളൂ. നമ്മുടെ ഗവേഷണങ്ങൾക്കോ നമ്മുടെ പരീക്ഷണങ്ങൾക്കോ വഴങ്ങുന്നവനല്ല അല്ലാഹു എന്ന് നമുക്കറിയാം. അല്ലാഹു തന്നെ കുറിച്ച് തന്റെ കലാമിലൂടെ, ഖുർആനിലൂടെ എന്താണോ വിശദീകരിച്ചത്, തന്റെ റസൂലിനെ എന്താണോ അല്ലാഹു അറിയിച്ചത്, അതല്ലാത്ത ഒരു മാർഗവും അല്ലാഹുവിനെ കുറിച്ച് അറിയാനില്ല. എത്ര മഹാപണ്ഡിതന്മാരെഴുതുന്ന ഗ്രന്ഥമായിരുന്നാലും അവരുടെ വിവരണങ്ങളിൽ നിന്നും അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹ് പറഞ്ഞത്, അല്ലാഹുവിനെ പറ്റി അല്ലാഹുവിന്റെ കലാമിൽ, ഖുർആനിൽ, അതേപോലെ അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ വചനങ്ങൾ, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുകയാണ്. അത് വെച്ച് ഗവേഷണം ചെയ്തിട്ട് കൂടുതൽ അറിയാൻ കഴിയില്ല അല്ലാഹുവിനെ പറ്റി. അതാ പ്രശ്നം. അല്ലാഹ് പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അത് വെച്ചൊരു ഗവേഷണം നടത്തി കൂടുതൽ ഇല്ല. അല്ലാഹുവിനെ പറ്റി പറഞ്ഞത്, അത് റസൂൽ എന്താ പറഞ്ഞത്, അത് മാത്രമാണ്. അങ്ങനെ അറിയുന്തോറും നമ്മുടെ ഈമാൻ കൂടുതൽ ബലപ്പെടുകയും
നമ്മൾ സമാധാനത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും ചെയ്യും. അല്ലാഹു തന്നെ പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർമ്മിച്ചാൽ പോലും, അല്ലാഹുവിനെ സ്മരിച്ചാൽ അവന്റെ ഹൃദയം ശാന്തമായി തീരും. അല്ലാഹുവിനെ ഓർത്താൽ അവന്റെ ഹൃദയം ശാന്തമാവും. ഓർക്കാൻ സമയം കിട്ടാത്തതാണ് നമ്മുടെ പ്രശ്നം. അറിയാൻ സമയം കിട്ടാത്തതാണ് നമ്മുടെ പ്രശ്നം. അല്ലാഹുവിനെ പറ്റി ഖുർആൻ വചനങ്ങൾ ഓതി ഹദീസുകൾ പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളെ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം അല്ലാഹു അല്ലാഹുവിനെ കുറിച്ചുള്ള 100 നാവുകൾ, 100 പേജുകൾ, കറാമത്തുകൾ എഴുതിയിടുന്ന പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിനെ അറിയാൻ അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാതെ, പ്രവാചക വചനങ്ങളില്ലാതെ മറ്റൊരു മാർഗമില്ല. അല്ലാഹുവിനെ അറിയുമ്പോൾ ആദ്യം ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം അല്ലാഹുവാണ് സൃഷ്ടാവ് എന്നതാണ്. സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ആകാശഭൂമികളുടെ സൃഷ്ടാവ്, നമ്മുടെ സൃഷ്ടാവ്. സൂറത്ത് അൻആമിലെ വചനങ്ങൾ നിങ്ങൾ കേട്ടു നോക്കുക. ബദീഉസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ആദ്യമായി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. ആ പ്രയോഗത്തിൽ ചില കാര്യങ്ങളുണ്ട്. ഇല്ലായിരുന്നു ആകാശങ്ങളോ ഭൂമിയോ അതിലെ സർവചരാചരങ്ങളോ ഒന്നുമില്ലാത്ത ശുദ്ധശൂന്യതയിൽ സൃഷ്ടിയെ ആരംഭിച്ചത് അല്ലാഹു ആകുന്നു. അപ്പൊ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവും, അതിന്റെ മുൽക്കും അല്ലാഹുവിനാണ്. മനുഷ്യന്മാര് എന്തെങ്കിലും ഒരു യന്ത്രം കണ്ടുപിടിച്ച അതിന്റെ പാറ്റന്റ് അയാൾക്കല്ലേ? ഒരു യന്ത്രം ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചാൽ അതിന്റെ പാറ്റന്റ് അയാൾക്കാണ്. ഇവിടെ ഒന്നുമില്ലായിരുന്നു, മനുഷ്യൻ പലതും ഉണ്ടാക്കാറുണ്ട്. ഭൂമിയിൽ, ദുനിയാവിൽ മനുഷ്യൻ പലതും ഉണ്ടാക്കും. മരം കിട്ടിയാൽ മരം കൊണ്ട് പലവിധ ഫർണിച്ചറുകളും ഉപയോഗപ്രദമായ വസ്തുക്കളും മനുഷ്യൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ലോഹങ്ങളെ കൊണ്ട് പല ഉപകരണങ്ങളും മനുഷ്യൻ ഉണ്ടാക്കാറുണ്ട്. ഭാഷയിൽ ഖാലിഖ് എന്ന് പറയും. പക്ഷേ ഒരു അസംസ്കൃത വസ്തുവില്ലാതെ മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയില്ല. മരണ്ടെങ്കിലേ ആശാരിക്ക് മേശയും കസേരയും പണിയാൻ പറ്റുള്ളൂ. മരം വേണം. മരം ഉണ്ടാക്കാൻ ആശാരിക്ക് കഴിയില്ല. മണ്ണുണ്ടെങ്കിൽ, കളിമണ്ണുണ്ടെങ്കിൽ കൊശവൻ കലവും പാത്രങ്ങളും ചട്ടികൾ ഉണ്ടാക്കും. ലോഹങ്ങൾ ലഭിച്ചാലേ ആയുധങ്ങളോ ഉപകരണങ്ങളോ ഉണ്ടാക്കാനോ അതിന്റെ ആൾക്കാർക്ക് പറ്റൂ. അല്ലാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല പറഞ്ഞത്. ബദീഉസ്സമാവാതി വൽ അർദ്, ശുദ്ധശൂന്യമായ അവസ്ഥയിൽ നിന്ന് അതിന് ഫാത്തിറുസ്സമാവാതി വൽ അർദ്. മനുഷ്യന്മാരെ ഭാഷയിൽ ഖാലിഖ് എന്ന് പറയാം, ശില്പികളെ ഫാത്തിർ എന്ന് പറയില്ല. അത് വ്യത്യാസം. ശുദ്ധശൂന്യതയിൽ നിന്നും ഉണ്ടാക്കിയവൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞിട്ട് പറയുന്നത് അങ്ങനെയുള്ള അല്ലാഹുവിന് എങ്ങനെയാണ് ഒരു സന്താനം ഉണ്ടാവുക? അല്ലാഹുവിന് ഒരു ഇണയും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണവൻ. എല്ലാത്തിനെ പറ്റിയും അറിവും അവനാകുന്നു. അല്ലാഹുവിനെ പറ്റി ഒരു ദാസൻ മനസ്സിലാക്കുമ്പോൾ ആദ്യമായി അവൻ മനസ്സിലാക്കുന്നത് എന്നെ സൃഷ്ടിച്ചത് അല്ലാഹു ആകുന്നു. മനുഷ്യവർഗത്തെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും, ജീവനില്ലാത്തതിനെയും ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ളതിനെയും എല്ലാം പടച്ചത് അല്ലാഹു ആയതിനാൽ അതിന്റെ മുൽക്ക്, അതിന്റെ മാലിക്കും അല്ലാഹു ആകുന്നു. അതാണ് റബ്ബായ ഈ നിങ്ങളെ സൃഷ്ടിച്ച ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവാണ് റബ്ബ്. ലാ ഇലാഹ ഇല്ലാ ഹുവ. റബ്ബ് അവനായതിനാൽ
ഖാലിഖ് അവനായതിനാൽ, മാലിക് അവനായതിനാൽ, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളില്ല, അവലംബിക്കാവുന്ന ആശ്രയിക്കാവുന്ന ആളില്ല, സഹായദായത്തിന് പറ്റുന്ന ആരും തന്നെ ഇല്ല. ഖാലിഖ് കുല്ലി ഷൈഇൻ. ആവർത്തിക്കാം. ആദ്യം പഠിപ്പിക്കുന്നത് ഖാലിഖ്, സൃഷ്ടാവ്. ഖാലിഖ് കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും സൃഷ്ടാവ് അവൻ തന്നെയാണ്. ഫഅബ്ദൂഹു, അതുകൊണ്ട് അവനെ തന്നെ ആരാധിക്കണം. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ, എല്ലാ കാര്യങ്ങളുടെയും കാര്യകർത്താവ്, കൈകാര്യകർത്താവ് അല്ലാഹു ആകുന്നു. വക്കീലേ, അല്ലാഹു ആകുന്നു. അതുകൊണ്ട് അവനെ തന്നെ ആരാധിക്കണം. ഈ അറിവ് മനുഷ്യന് ലഭിക്കുമ്പോൾ എന്താണ് ഒരു പിതാവിനുള്ള സ്ഥാനം? ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് പിതാവിന്റെ ആധികാരികത എന്താണ്? മാതാവിന് പോലും ആ ആധികാരികതയില്ല. മാതാവിനെ സ്നേഹിക്കണം, മാതാവിനെ ശുശ്രൂഷ ചെയ്യണം, മാതാവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, അതിലൊരു തർക്കമില്ല. അധികാരം, കുട്ടിയുടെ അധികാരം. എന്റെ കുട്ടി മാതാവിൽ നിന്ന് വാങ്ങിയെടുക്കാൻ കഴിയും. പിതാവ് എന്റെ കുട്ടി, ഈ കുട്ടിയുടെ സ്വത്ത് അധികാരി വാപ്പയാണ്, കുട്ടിയുടെ അധികാരി വാപ്പയാണ്. എന്ത് ആ സൃഷ്ടിപ്പിൽ ആ വാപ്പാക്കുള്ള പങ്ക് വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിമിത്തമായി വാപ്പയും മാത്രം. അള്ളാഹു ഒരു അടിമയെ സൃഷ്ടിച്ചപ്പോൾ നിമിത്തമാക്കിയതാണ് വാപ്പാനെ ഉമ്മാനെ. അവര് സൃഷ്ടിച്ചതല്ല. ആ ഉമ്മ പ്രസവിച്ച കുട്ടിയെ വാപ്പയോ ഉമ്മയോ സൃഷ്ടിച്ചതല്ല എന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അവര് കാരണഭൂതരായി, നിമിത്തങ്ങളായി മാത്രം. എന്നിട്ടും ഈ കുട്ടിയുടെ അധികാരം എനിക്കാണെന്ന് വാപ്പ പറയുമെങ്കിൽ ശുദ്ധശൂന്യമായ അന്തരീക്ഷത്തിൽ ഈ പ്രപഞ്ചത്തെ അഖിലം പടച്ചുണ്ടാക്കിയ റബ്ബ് അവൻ തന്നെയാണ് റബ്ബ്. അതുകൊണ്ട് അവൻ തന്നെയാണ് ഇലാഹ്. അറിയുന്തോറും നമുക്ക് അള്ളാഹുവിനെ ആശ്രയിക്കാൻ, അവലംബിക്കാൻ, എന്റെ രക്ഷ അള്ളാഹുവിനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ ഖുർആൻ ചോദിച്ചു. ഖുർആൻ അത് പറയുന്നുണ്ട്, മൂസ, ഞാനല്ലേ ഇവിടുത്തെ റബ്ബ്, ഈജിപ്തിന്റെ റബ്ബ് ഞാനാണ്, ഈജിപ്തിലെ ഇലാഹ് ഞാനാണ്. നീ മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നു റബ്ബാണെന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് നീ പറയുന്നു. ആരാണത്? قال ربنا الذي أعطى كل شيء خلقه ثم هدى. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ മുന്നിൽ ആരെയാണോ ആരാധിക്കേണ്ടത്, ആരാണോ റബ്ബ്, ആ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഓരോന്നിനെ സൃഷ്ടിച്ച് അതിന് പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വേണ്ട മാർഗദർശനം നൽകുന്നതും ആരാണോ അവനാണ് റബ്ബ്. അതുകൊണ്ട് അവൻ തന്നെയാണ് ഇലാഹ്. ഓരോന്നിനെ സൃഷ്ടിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, മനുഷ്യ കുഞ്ഞ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മനുഷ്യൻ. ബുദ്ധി, ചിന്താശേഷി, അറിവ് കൊണ്ടൊക്കെ മനുഷ്യനാണ്. പക്ഷെ ആ കുട്ടി പ്രസവിച്ചു വീഴുമ്പോ ഒന്നറിയില്ല. കിടന്നോടത്ത് കിടന്ന് കരയാൻ പറ്റും. കോഴിമുട്ടയിൽ നിന്ന് അത് പിളർന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞാൽ അത് കൊത്തിപ്പറക്കാൻ തുടങ്ങും, നടക്കാൻ തുടങ്ങും, കൊത്തിപ്പറക്കാൻ തുടങ്ങും. വലിയ വലിയ തീറ്റ തിന്നാൻ പറ്റാത്തതുകൊണ്ട് പൊടിയേരിയ ഇട്ട് കൊടുക്കും. നമ്മൾ റവ ഇട്ട് കൊടുക്കും. ആ റവ കൊത്തു. നിമിഷങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യൻ അത്ര വലിയ സൃഷ്ടിയാണ്. പക്ഷെ ആ കിടന്നോടത്ത് കിടക്കാനല്ലാതെ ആ കുഞ്ഞിന് ഒന്നിനും കഴിയില്ല. മൃഗങ്ങൾ പ്രസവിക്കുന്നത് കാത്ത് ഉറക്കമൊഴിച്ച് റാന്തൽ കത്തിച്ച് തൊഴുത്തിന്റെ അടുത്തിരുന്നില്ലേ പലരും. ഇന്ന് പ്രസവിക്കും. അതിന്റെ ലക്ഷണങ്ങളുണ്ട്. 12 മണി 1 മണിയായി, ഒന്നുമില്ല. ഇനി കുറച്ചേരം ഉറങ്ങാന്ന് വെച്ച് പോയി. വെളുപ്പിന് എഴുന്നേറ്റ് വരുമ്പോ പശുക്കുട്ടി മുല കുടിക്കുന്നു. അമ്മടെ അതാ കാണണേ.
ഈ പശുവിന്റെ ഉടമസ്ഥൻ വരുമ്പോ കാണുന്നത് പശുക്കുട്ടി ആ അമ്മയുടെ അകിടിൽ നിന്ന് പാല് കുടിക്കുന്നതാണ് കാണുന്നത്. ഓരോ സൃഷ്ടിക്കും അതിനു വേണ്ട മാർഗദർശനം നൽകിയ റബ്ബുണ്ടല്ലോ, അവൻ തന്നെയാണ് ഇലാഹ്. അവനോടെ പ്രാർത്ഥിച്ചാൽ മതി, അവനോടെ സഹായത നടത്തിയാൽ മതി, അവനെ ആശ്രയിച്ചാൽ മതി, അവനെ അവലംബിച്ചാൽ മതി. നമ്മള് നമസ്കരിക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹ അഊദു ബിസ്മി കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മൂസാ നബി പരിചയപ്പെടുത്തിയത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കുറിച്ചാണ്. എന്താണ് റബ്ബുൽ ആലമീനെ അല്ലാഹു സ്തുതി പറയുന്ന താല്പര്യം എന്താണ്? ഇവിടെ നമ്മള് തനിച്ച് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് തനിച്ച് ജീവിക്കാൻ പറ്റില്ല. ഈ ഭൂമിയില് ധാരാളം മനുഷ്യരുണ്ട്, അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അനേക ജീവജാലങ്ങളുണ്ട്, അതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ മനുഷ്യന് ശർറുണ്ടാക്കുന്ന ജീവികളുണ്ട്, മനുഷ്യന് ഗുണം ചെയ്യുന്ന ജീവികളുണ്ട്, ജീവികളല്ലാത്ത പല വസ്തുക്കളുമുണ്ട്. മാരകമായ വിഷമുള്ള ദ്രാവകങ്ങളുണ്ട്, വാതകങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, ഗുണം ചെയ്യുന്ന വസ്തുക്കളുമുണ്ട്. കൂടാതെ പ്രപഞ്ചത്തിലെ സൂര്യനുണ്ട്, ചന്ദ്രന്, നക്ഷത്രങ്ങളുണ്ട്. ഇതിന്റെ സ്വാധീനത്തിൽ നിന്ന് ഒഴിവാകാൻ ഒരു മനുഷ്യനും കഴിയില്ല. സൂര്യന്റെ സ്വാധീനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. അതേപോലെ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും കാറ്റിന്റെയും മഴയുടെയും ഭൂമികുലുക്കത്തിന്റെയും ഒക്കെ എല്ലാം ആ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മാറാൻ ഒരു മനുഷ്യനും കഴിയില്ല. അപ്പോ എങ്ങനെ സമാധാനം ഉണ്ടാവും? എങ്ങനെ സമാധാനം ഉണ്ടാവും? നടക്കുന്ന വഴിയിൽ വിഷജന്തുക്കൾ ഉണ്ടാവില്ലേ? ഒഴുകി വരുന്ന വെള്ളം, ഈ കിഴക്കുന്ന വരുന്ന ഒഴുകി വരുന്ന പുഴകളിൽ വരുന്ന മലമ്പാമ്പുകൾ ഉണ്ടാവാറില്ലേ? എന്തെല്ലാം സൂക്ഷ്മജീവികളുണ്ട്, അപകടകാരികളായ വൈറസുകളും ബാക്ടീരിയകളുമുണ്ട്. ഇതിന്റെ എല്ലാം ശ്രദ്ധിക്കാം നമ്മള്. ഇതിനെ സമാധാനം മൂർഖൻ പാമ്പിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. മാരകമായ രോഗങ്ങൾ വരുത്തുന്ന കൊതുകിനെ സൃഷ്ടിച്ച ആ കൊതുകിനെ നിയന്ത്രിക്കുന്ന റബ്ബിലാണല്ലോ ഞാൻ ആശ്രയം കണ്ടെത്തിയത്. ശരിക്കും പഠിച്ചോട്ടെ നിങ്ങളെ. റബ്ബ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ എന്താണ് ലക്ഷ്യമാക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകരക്ഷാവിനെ സ്തുതിക്കാൻ കാരണം? പലവിധ ജീവജാലങ്ങളുടെയും വസ്തുക്കളുടെയും ഇടയിൽ അത് അപകടകരമായതുണ്ട്, ഗുണകരമായതുണ്ട്. ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ, കൊതുകിനെ കുറിച്ചുള്ള ലേഖനം വായിച്ചാൽ, ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്ന കൊതുകിനെ കുറിച്ച്, കൊതുക് വരുത്തുന്ന പുറത്തിറങ്ങാൻ പേടിയോ? മറ്റനേകം പകർച്ചവ്യാധികൾ അതിന്റെ ഇടയിൽ ജീവിക്കേണ്ട സമാധാനം ഉണ്ടാവുമോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവൻ എല്ലാറ്റിന്റെയും രക്ഷിതാവായ അല്ലാഹുവിനെ സ്തുതിക്കുന്നത് നമുക്ക് ഗുണമാവട്ടെ ദോഷമാവട്ടെ എല്ലാറ്റിനെയും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന റബ്ബ് എന്റെ റബ്ബ് തന്നെയാവുന്നു എന്ന അറിവ്, എന്ന ഈമാൻ അവന് മനസ്സമാധാനം നൽകുന്നു. ഹൂദ് നബി പറഞ്ഞില്ലേ, ഇന്നി തവക്കൽതു അലല്ലാഹ്. ഭീഷണിപ്പെടുത്തി മുശ്രിക്കുകൾ ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളെ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം. അവനാണ് റബ്ബ്, അവനാണ് ഖാലിഖ്, അവനാണ് മാലിക്, അതുകൊണ്ട് ഇലാഹു അവൻ തന്നെയായിരിക്കണം എന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഭീഷണിപ്പെടുത്തി. നിനക്കെന്തോ കുഴപ്പം പറ്റിയിട്ട് ഹൂദേ, ആദ്യ സമുദായം പറയാം, ഞങ്ങളെ ഇലാഹുകളെ, അല്ലാഹു പുറമെ ഞങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ കുറ്റം പറഞ്ഞതിനാൽ അവരിൽ നിന്നെന്തോ ദോഷം നിനക്ക് പണിഞ്ഞിട്ടുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞ സംഗതിയാണ് സൂറത്ത് ഹൂദിലെ 56-ാമത്തെ വചനം. ഹൂദ് നബി അവരോട് പറയാണ്,
തവക്കുലാക്കിയിരിക്കുന്നതാണ്. എന്റെ അള്ളാടെ പേരിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. എന്ത് ഭീഷണിപ്പെടുത്തിയിട്ട് എന്താ എനിക്ക് പ്രശ്നം? റബ്ബീ വറബ്ബിക്കും. ആര്? ഏതല്ലാ? എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും ആയ അല്ലാഹുവിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. നിങ്ങളല്ലേ എന്നെ പേടിപ്പിക്കുന്നത്? നിങ്ങൾ ആക്രമിക്കും, നിങ്ങൾ ദോഷങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഔലിയാക്കളെ കുരുത്തക്കേട് തട്ടും എന്നൊക്കെയല്ലേ പേടിപ്പിക്കുന്നത്? ഹൂദ് നബി അവരോട് പറയാം, അതിനെ ഒന്നിനെ ഞാൻ പേടിക്കുന്നില്ല. കാരണം ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. റബ്ബീ വറബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ. എന്നിട്ട് പറയുന്ന ഒരു വർത്തമാനം, മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ. ഒരു ജീവജാലം പോലുമില്ല, അതിന്റെ മൂർധാവ് അല്ലാഹുവിന്റെ കയ്യിലായിട്ടല്ലാതെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞ ഓർമ്മയില്ലേ? നിങ്ങൾക്ക് വിഷയം ഓർമ്മ വരില്ലേ? ഏതൊരു സൃഷ്ടിയുണ്ടോ അതിന്റെ മൂർധാവ് റബ്ബിന്റെ കയ്യിലാണ്. ആ റബ്ബിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു എന്നാ പറയുന്നത്. നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാനുണ്ടല്ല, മനുഷ്യർക്കൊക്കെ ഒരു ദൈവം മോളിയിലൊരാള്, അങ്ങനെ ഒരു ജനറൽ വിശ്വാസം പോരട്ടെ. ശരിക്കും അറിയണം, അല്ലാഹുവിന്റെ ഖുർആനിൽ അറിഞ്ഞ് തന്നെ വിശ്വസിക്കണം. അപ്പോഴേ നമ്മൾ മുഅ്മിനീങ്ങൾക്ക് സമാധാനം കിട്ടും, മുഅ്മിനീങ്ങൾക്ക് നിർഭയത്വം ലഭിക്കുമെന്ന് അനുഭവിക്കാൻ കഴിയും. എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ് വിശ്വസിക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്? പല ജീവജാലങ്ങളെ എല്ലാത്തിന്റെയും മൂർധാവൻ റബ്ബിന്റെ കയ്യിലാണ്. ആ റബ്ബിലാണ് ഞാൻ തവക്കുലാക്കിയിരിക്കുന്നത്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. പിന്നെ അല്ലാഹ് പരിചയപ്പെടുന്നത് റഹ്മാനും റഹീമുമാണ്. പലതവണ ഈ മെമ്പറിൽ നിന്ന് വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഒരു മുസ്ലിം, ഒരു വിശ്വാസി എപ്പോഴും അവന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആ നാമം പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ അത് പ്രാർത്ഥനയാണ്. ബിസ്മില്ലാ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. അത് ബിസ്മില്ലാ എന്ന് മാത്രം പറയുന്ന ഘട്ടങ്ങളുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഘട്ടങ്ങളുണ്ട്. എന്താ ഇതിന്റെ പ്രാർത്ഥന? ഞാൻ തുടങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, ഒരു ജോലി, പീഡിയ തുറക്കാൻ പോകണം. ആരുടെ നാമത്തിൽ? അല്ലാഹുവിന്റെ നാമത്തിൽ. ഈ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന റബ്ബ്. എനിക്ക് കുടിക്കാൻ വെള്ളം തന്നത് എന്റെ റബ്ബാ. എനിക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയില്ല. കുടിക്കാൻ പറ്റുന്ന പരുവമാക്കിയത് എന്ന് പറയണ്ടല്ല. നാം വിചാരിച്ചിരുന്നെങ്കിൽ ഈ മഴയായി ഇറങ്ങുന്ന വെള്ളത്തെ ഉപ്പിക്കുന്ന, കഴിക്കുന്ന ഉപ്പു ജലമാക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ പഠിക്കുന്ന സമുദ്രത്തിൽ നിന്ന് ജലം ഇങ്ങനെ നീരാവിയായി ആകാശത്തിലേക്ക് ഉയർന്ന് പിന്നീട് അത് ഘനീഭവിച്ച് തണുത്ത് ഘനീഭവിച്ച് മഴയായി വർഷിക്കുന്നു. ഭൂമിയിലെ രണ്ട് ഭാഗത്തേക്കാൾ കൂടുതൽ സമുദ്രമാണ് നമുക്കറിയാം. ഈ സമുദ്രങ്ങളുടെ വെള്ളം നീരാവിയായിട്ട് പോണം. മഴക്കുപ്പ് കയ്പില്ലല്ലോ. മഴ കഴിച്ചിരുന്നെങ്കിൽ, ഉപ്പിച്ചിരുന്നെങ്കിൽ അത് കുടിക്കാനോ മറ്റുപയോഗത്തിനോ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യൻ ആ റബ്ബിന്റെ കാരുണ്യത്തെ ഓർക്കുകയും തേടുകയും ചെയ്യുകയാണ്. പീഡി തുറക്കണം, കാലത്ത് വന്നിട്ട് പീഡി തുറക്കണം. ഈ പീഡിയയുടെ മാലിക്കാക്കിയവൻ അല്ലാഹ് എന്നെ. ഇവിടെ ബർക്കത്ത് കിട്ടണമെങ്കിൽ ആ അല്ലാഹുവിന്റെ ബർക്കത്ത് വേണം. അതെല്ലാം റബ്ബേ നിന്നിൽ നിന്നുണ്ടാവണേ എന്ന തേട്ടമാണ് ആ ബിസ്മി കൊണ്ട് തുടങ്ങുമ്പോൾ ഉള്ള കാര്യം എന്ന് നാം മനസ്സിലാക്കണം. ഏതൊരു കാര്യം ഏതുവരെ മനുഷ്യൻ മറക്കാൻ സാധ്യതയുള്ള സമയം ഇപ്പോഴത്. മനുഷ്യൻ അല്ലാഹനെ ഓർക്കാനും ബിസ്മി ചൊല്ലാനും മറക്കാൻ സാധ്യതയുള്ള ഇണയുമായുള്ള ശാരീരിക ബന്ധത്തിന് ഒരുങ്ങുമ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം, ആ നാമത്തിലായിരിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ വിശ്വാസികൾ. അവൻ
ബാക്കിയുള്ള സന്ദർഭത്തിന്റെ കാര്യം പറയാനില്ല. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ശർറിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവന്റെ എല്ലാ ഖൈറും ബർക്കത്തും നന്മയും ചൊരിയുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله اللهم صل على محمد وعلى آل محمد. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങൾ, നാമങ്ങളുണ്ട്. റഹ്മാനും റഹീമും നിങ്ങൾ കേട്ടില്ലേ? ഖാലിഖും മാലിക്കും നിങ്ങൾ കേട്ടില്ലേ? റബ്ബും ഇലാഹും നിങ്ങൾ കേട്ടില്ലേ? പിന്നെ അല്ലാഹുവിനെ പറ്റി പറയാം, റഊഫാണ്. റഊഫ്, ദയാവായ്പുള്ളവൻ, നമ്മോട് ദയാവായ്പുള്ളവൻ. ഞാൻ അവലംബിക്കുന്ന, ആശ്രയിക്കുന്ന, ഞാൻ അഭയം ചോദിക്കുന്ന എന്റെ റബ്ബ് ദയാവായ്പുള്ളവനാണ് എന്നറിഞ്ഞാൽ ആൾക്കാര് അല്ലാത്തവരെ വിളിച്ചു തേടുമ്പോ അവര് തന്നെ എഴുതി വെച്ച കറാമത്ത് എന്താ? ഏത് നാട്ടിൽ വിളിച്ചാലും ഉത്തരം ചെയ്യുന്നൊക്കെ പറഞ്ഞ കറാമത്തുള്ളവരെ, ആ ഷെയ്ഖിനെ അധിക്ഷേപിച്ച ആളെ തീയാൽ നിറച്ചു ആ നാടിനെ തന്നെ നശിപ്പിച്ചു കളഞ്ഞ ഷെയ്ഖ്. ഇത്ര കോപവും ദേഷ്യവും വരുന്ന ഷെയ്ഖ് അല്ലാഹുവിനെ പറ്റി എന്താ പറയുന്നത്? റഊഫുർ റഹീം. വമാ കാന അല്ലാഹു അല്ലട്ടോ ലിയുദിയ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ പാഴാക്കുകയില്ല അല്ലാഹ്. ഉറപ്പിച്ചോ നിങ്ങൾ, നിങ്ങളുടെ ഈമാനിനെ അല്ലാഹു പാഴാക്കുകയില്ല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. കാരണം നിശ്ചയമായും അല്ലാഹു മനുഷ്യരോട് അതീവ ദയാലുവാണ്, അതീവ കാരുണ്യവാനാണ്. പിന്നെയും കുറെ ഓരോന്നും ഓരോ കുത്തുവാർത്തതാണ്, ഓരോ പേരും ഓരോ കുത്തുവാർത്തതാണ്. നമുക്ക് സമയ പരിധിയിൽ അത് കൊള്ളിക്കാൻ പറ്റില്ല. വഹുവൽ ഗഫൂറുൽ വദൂദ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് നിന്റെ റബ്ബ്. വദൂദ്, ഏറ്റവും സ്നേഹം നിന്നോട് അല്ലാഹുവാണ്. നിന്റെ ഉമ്മാനേക്കാൾ, ഉപ്പാനേക്കാൾ, നിന്റെ മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ നിന്നോട് സ്നേഹം നിന്റെ റബ്ബിനാണ്. വദൂദാണ്. പ്രിയപ്പെട്ടവരെ, ഏതുവരെ അല്ലാഹുവിനെ അറിയുമ്പോൾ ഒരു കാര്യം ഒരു സഹാബി റസൂലുള്ളാഹിയുടെ അടുക്കൽ വളരെ ശ്രദ്ധിക്കണം. ഒരു സഹാബി റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് ശരീരത്തിൽ വലിയ വേദന അനുഭവിക്കുന്ന കാര്യം സങ്കടപ്പെട്ട് പറഞ്ഞു, പരാതിപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ശരീരത്തിൽ ഇന്ന ഭാഗത്ത് കഠിനമായ വേദന. റസൂലുള്ളാഹി പറയാ, എളുപ്പമുള്ള ഒരു വഴിയുണ്ടല്ലോ. സഹാബിയോട് പറയാം, ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം എന്ന് പറയാമായിരുന്നില്ലേ നിനക്ക്? നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല ഈ പറഞ്ഞോണ്ട് എന്താണെന്ന് അറിയട്ടെ. ബിസ്മില്ലാഹ്, വെറും ബിസ്മില്ലാഹ് എന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ നാമം, അല്ലാഹു ചെയ്യാൻ പോകുന്ന, ചെയ്യുന്ന അവന്റെ കഴിവ്, മഹത്വം, അറിവ്, അതൊക്കെ വേറെ കാര്യങ്ങൾ. അല്ലാഹുവിന്റെ നാമം കൊണ്ടുള്ള ശക്തി ഒന്ന് നോക്കൂ നിങ്ങൾ. ശരിക്കും നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ആ നാമം കൊണ്ട് കിട്ടും നമുക്ക് സമാധാനം. ബിസ്മില്ലാഹില്ലദീ, എങ്ങനെ ബിസ്മില്ലാഹ്, എങ്ങനത്തെ ബിസ്മില്ലാഹ്? ലാ യദുറു മഅ ഇസ്മിഹി, അല്ലാഹുവിന്റെ നാമത്തിനോടൊപ്പം ഒരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശത്തോ ഭൂമിയിലോ അല്ലാഹുവിന്റെ നാമത്തിന്റെ കൂടെ ഒരു വസ്തുവും നിനക്കൊരു ശർറ് ഉണ്ടാക്കുകയില്ല. വഹുവസ് സമീഉൽ അലീം,
വലിയ നീണ്ട പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ തന്നെ ആ റബ്ബിന്റെ നാമത്തിന്റെ കൂടെ ഒരു പ്രയാസവും നിന്നെ ബാധിക്കുകയില്ല. ഇത്ര എളുപ്പമുള്ള കാര്യങ്ങൾ നീ പഠിപ്പിക്കുമ്പോ ഓടണ മനുഷ്യന്മാര് ജാറങ്ങളിലെ കൂടാണ് ബീവിയെ തങ്ങളെ അന്വേഷിച്ചു പോവാണ്. ഒരേ സ്ഥലത്ത് ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ അല്ലാഹുവിന്റെ നാമത്തിന്റെ ഒപ്പം ഒരു ശർറും ഒരു ഉപദ്രവവും നിനക്ക് ബാധിക്കുകയില്ല. ഇമാം അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ, അഹ്മദ് എല്ലാവരും ഉദ്ധരിച്ച ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുക. കൂടെ ചില സഹാബിമാരുണ്ട്. നബിയുടെ അടുത്ത് സഞ്ചരിക്കുന്ന അദ്ദേഹം ഒരു ഒട്ടകപ്പുറത്താണ്. നബിയുടെ കൂടെ സഞ്ചരിക്കുന്ന നബി ഒരു ഒട്ടകപ്പുറത്തുണ്ട്. അതിന്റെ കൂടെ വാഹനങ്ങളിൽ മൃഗങ്ങളാണല്ലോ അവരുടെ വാഹനം. പലരുണ്ട്. നബിയുടെ തൊട്ടടുത്തുള്ള ആൾ ആ മൃഗത്തിന്റെ കാലൊന്ന് എടറി വീഴാൻ പോണ പോലെ വീടില്ല. എടറി എന്ന് പറഞ്ഞാ അപ്പൊ പുറത്തിരിക്കുന്ന ആളെ ബാധിക്കുമല്ല. ഉടനെ ആ മനുഷ്യൻ, ആ സഹാബി പറഞ്ഞു, ശൈത്താൻ നശിക്കട്ടെ എന്നുള്ളൊരു അർത്ഥത്തിൽ. ശൈത്താൻ ഈ നല്ല കാര്യത്തിന് മുമ്പ് ഈ വാഹനം മൃഗത്തിന്റെ കാലിടറിയിലെ ആ വിഷമത്തിന് പറഞ്ഞതാ അല്ലാഹുവിന്റെ റസൂൽ കേട്ടു. അത് ഒരിക്കലും അങ്ങനെ പറയരുത്. നീ അങ്ങനെ പറയരുത്. ബിസ്മില്ലാ എന്ന് മാത്രം പറയൂ. നീ ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശൈത്താന്റെ കാര്യം അവിടെ പറയേണ്ട കാര്യമില്ല. ശൈത്താൻ വലിയ ആളോ. എനിക്ക് ഇവന്റെ വാഹനമൊക്കെ വീഴ്ത്താൻ പറ്റും, അതൊക്കെ അവർക്ക് പേടിയുണ്ടെന്ന് അറിയുമ്പോഴേ ശൈത്താനൊരു കൊട്ടാരം പോലെയാവും, വലിയ വീട് പോലെയാവും. എന്നാൽ ബിസ്മില്ലാ എന്ന് നീ പറഞ്ഞാൽ ഒരു ഈച്ചയെ പോലെ ചുരുങ്ങും ശൈത്താൻ. അവർക്ക് രക്ഷയില്ല. കാരണം ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി. അല്ലാഹുവിന്റെ നാമത്തിന്റെ കൂടെ പിന്നെ ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് തൗഹീദുള്ളവരാണ്, അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവിനെ അറിയാനുള്ള വഴി അറിവുണ്ടെങ്കിലേ അറിഞ്ഞവർക്കേ നല്ല ഈമാൻ ഉണ്ടാവും. അറിവുണ്ടെങ്കിലേ നല്ല ഈമാൻ ഉണ്ടാവുള്ളൂ. ഈമാനുള്ള എല്ലാവർക്കും ഈമാനുണ്ട്, അറിയാത്ത ആൾക്കാർക്ക് ഈമാനുണ്ട്, അറിഞ്ഞവർക്കുണ്ട്. പക്ഷെ ദൃഢത വരണമെങ്കിൽ അറിഞ്ഞ് വിശ്വസിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. അൻ അബീ ഉമാമത്തുൽ ബാഹിരി ഖാല, അദ്ദേഹം പറയാണ്, യുക്കിറ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലാൻ. റസൂലിന്റെ മുന്നിൽ വെച്ച് രണ്ടാളെ പറ്റി ഇങ്ങനെ പറയപ്പെട്ടു. മറ്റൊരാള് പറഞ്ഞതാ, റസൂൽ പറഞ്ഞതല്ല. രണ്ടാളെ പറ്റി. അഹദുഹുമാ ആബിദ്, ഒരാൾ നല്ല ആബിദ, അല്ലാഹുവിനെ എന്തൊക്കെ ഇബാദത്ത് ചെയ്യണോ അതൊക്കെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ. വൽ ആഖിറു ആലിമുൻ, മറ്റേ ആൾ ആലിമാണ്, അയാൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ആലിമായിക്കൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്. ഇദ്ദേഹം ആലിമല്ല, പക്ഷേ നിസ്കാരവും നോമ്പും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റാള് ആലിമാണ്, അയാൾ നിസ്കാരവും നോമ്പും ചെയ്യുന്നുണ്ട്. ഈ രണ്ടുപേരെ പറ്റി റസൂലിന്റെ മുന്നിൽ പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ലുൽ ആലിമി അലൽ ആബിദി, ആബിദിനേക്കാൾ വലിയ ശ്രേഷ്ഠതയാണ് ആലിമിനുള്ളത്. അല്ലാഹുവിനെ അറിഞ്ഞവനാണ്. 1000 കിതാബ് ഓതിയാളെ പറ്റിയല്ല ആലിം. ഖുർആൻ പഠിച്ചവൻ, പ്രവാചകവചനം പഠിച്ചവൻ, അല്ലാഹുവിനെ അറിഞ്ഞവൻ, അതാണ് ആലിം. 1000 കിതാബ് ഓതിയിട്ട് 20 കൊല്ലം ഒന്നിച്ച് ഓതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെല്ലാം ഇപ്പൊ മനസ്സിലാവുണ്ടല്ലോ. ഖുർആൻ എന്താണെന്നോ അല്ലാഹ് ആരാണെന്നോ ഉലിയാക്കൾ ആരാണെന്നോ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലല്ലോ ഇപ്പോഴും. ഈ ആലിം അതല്ല, അല്ലാഹുവിനെ മനസ്സിലാക്കിയവൻ. അത് ഖുർആനിലൂടെയും നബി വചനത്തിലൂടെയും കേട്ടുള്ളൂ നമ്മൾ പറഞ്ഞു. അലൽ ആബിദി, ആബിദിനേക്കാൾ ശ്രേഷ്ഠത, കഫദ്ലി അലാ അദ്നാക, നിങ്ങൾ
നിങ്ങളിൽ ഏറ്റവും താഴ്ന്ന ഒരാൾ, സഹാബി ഏറ്റവും താഴ്ന്ന ആളുമായി എനിക്ക് എത്രമാത്രം അള്ളാന്റെ റസൂലിന് എത്ര ശ്രേഷ്ഠതയുണ്ടോ ആ വ്യത്യാസമാണെന്നാണ്. ആബിദിനേക്കാൾ ആലിമിനുള്ളത്. സഹാബിമാർ ലക്ഷക്കണക്കിന് സഹാബിമാരുണ്ട്. ആകെ 1-2 ദിവസം മാത്രം കണ്ടുപോയവരുണ്ട്. പിന്നെ പതിലൊന്നും പറയാൻ അവകാശപ്പെടാൻ സഹാബി എന്ന പതിൽ മാത്രമേ. നിങ്ങളിൽ ഏറ്റവും സാധാരണക്കാരൻ അവനിൽ നിന്ന് എനിക്ക് അള്ളാഹു എത്ര പതിലാണ് നൽകിയിട്ടുള്ള വ്യത്യാസം. ആ വ്യത്യാസമാണ് ആബിദിനേക്കാൾ ആലിമിനെ. എന്നിട്ട് എന്താ അല്ലാഹു പറയുന്നത്? റസൂൽ പറയുന്നു, ഇന്നല്ലാഹു വ മലായികതുഹു, നിശ്ചയമായും അല്ലാഹു മലക്കുകളും അഹ്ലസ് സമാവാതി വൽ അർളീൻ, ആകാശങ്ങളിലുള്ളവരും ബഹുവചനം ഉപയോഗിച്ചല്ല. സാധാരണ ഖുർആനിൽ സമാവാത്ത് വൽ അർളീൻ ഭൂമികൾ ബഹുവചനമായിട്ട് ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് 7 ഭൂമിയുണ്ട് എന്ന് പറയാൻ കാരണം. ഖുർആനിലുണ്ട് 7 ആകാശത്തെ പറഞ്ഞിട്ട് ഭൂമിയെ പറ്റി പറഞ്ഞ അതുപോലത്തെ ഭൂമി, അതുപോലെ തന്നെയുള്ള ഭൂമി. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഭൂമി 7 ഉണ്ട് എന്ന് പറയാൻ കാരണം. ഭൂമിയിലുള്ള എല്ലാവരും ഏതുവരെ അറിയോ? മാളത്തിലെ ഉറുമ്പുകളടക്കം വെള്ളത്തിലെ മത്സ്യങ്ങൾ വരെ ആലിമായ മനുഷ്യൻ, ജനങ്ങളെ പഠിപ്പിക്കുന്ന മനുഷ്യന് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ജനങ്ങളെ ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന, നന്മ പറഞ്ഞു കൊടുക്കുന്ന, നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, അല്ലാഹുവിനെ പറ്റിയുള്ള ഗുണവിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, ശിർക്കിന്റെ അപകടം ബോധ്യപ്പെടുത്തുന്ന, ബിദ്അത്തിന്റെ അപകടം ബോധ്യപ്പെടുത്തുന്ന ഖൈർ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന ആലിമായ മനുഷ്യന് വേണ്ടി അല്ലാഹു പ്രാർത്ഥിക്കുന്നു. ആരോട്? അല്ലാഹ് അവന് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ കരുണയും രക്ഷയും നൽകുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ ആ ആലിമായ മനുഷ്യന് വേണ്ടി റബ്ബിനോട് തേടുന്നു. ആകാശങ്ങളിലെ ആളുകളും വല്ലർദീന ഭൂമികളിലെ ആളുകളും മാളത്തിലെ ഉറുമ്പടക്കം വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളടക്കം ആ ആലിമായ മനുഷ്യന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇതാണ് സത്യമെങ്കിൽ അള്ളാഹുവിനെ ശരിക്കും അറിയണ്ടേ, ഖുർആനിനെ അറിയണ്ടേ. അതാണ് ഖുർആൻ ക്ലാസ്സിന് വരണം. ഖുർആൻ ക്ലാസ്സിന് വരണം എല്ലാ ഞായറാഴ്ചയും 9:30 ഇവിടെ നിങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന്റെ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ്. അള്ളാഹുവിനെ അറിഞ്ഞാലേ ഈമാൻ ശരിയായ വിധത്തിൽ അപ്പോഴേ നമ്മുടെ മനസ്സമാധാനം കിട്ടും. എല്ലാ പ്രതിസന്ധികളിലും മനസ്സമാധാനം ലഭിക്കുന്ന അള്ളാഹുവിൽ ഈമാൻ ദൃഢമായ യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും രോഗം കൂടി പള്ളിയിൽ വരുന്നവർക്കും ഒക്കെ അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا